ഇടുക്കി കോഴിമലയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2 വീടുകളുടെ തൊട്ടടുത്തുവരെ ആനയെത്തി. കാട്ടാന ആക്രമണം തടയാൻ വനം വകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇടുക്കി കാഞ്ചിയാർ കോഴിമല തെക്കാനൽ മണി, ഒറ്റപ്ലാക്കൽ മുരളി, തെക്കാനൽ സരസമ്മ, ഒറ്റക്കല്ലുങ്കൽ ജോയി, കപ്പാട് റസാക്ക് എന്നിവരുടെ സ്ഥലങ്ങളിലാണ് ആന കൃഷി നശിപ്പിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സരസമ്മയുടെ വീടിന് തൊട്ടടുത്ത് ആനയെത്തി. റസാക്കിന്റെ വീട്ടുമുറ്റത്ത് വരെയും ആന വന്നു. ഇവിടെ താമസിക്കുന്ന ജോലിക്കാരൻ മഹേഷ് പുറത്തുപോയ ശേഷം തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മുറ്റത്ത് ആന നിൽക്കുന്നത് കണ്ടത്. മഹേഷിനെ കണ്ടതോടെ ആന പിന്തിരിയുകയായിരുന്നു. ശക്തമായ കാറ്റായിരുന്നതിനാൽ കാട്ടാന കൃഷി നശിപ്പിച്ച വിവരം രാവിലെയാണ് മറ്റുള്ളവർ അറിഞ്ഞത്. നമുക്ക് ഈ കാട്ടുമരങ്ങളെ കൊണ്ട് ഭയങ്കര ഉപദ്രവമാണ്. ഒന്ന്, രണ്ടാമതായിട്ട് 3 ഇപ്പോൾ ഏതാണ്ട് 3-4 വർഷം കൊണ്ടേ ഉള്ളൊരു സംഭവം ഇത്. ഞാനിവിടെ വരുന്ന കാലത്ത്, എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് ഇവിടെ വരുമ്പോൾ ഇതുപോലെ ആന വരും. പക്ഷേ ഇത്രയും ഉപദ്രവമൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ ആന പോവുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഈ പറമ്പുകളിൽ കയറി ഇതുപോലെ ഉപദ്രവങ്ങൾ ചെയ്യുന്നത്. എൻ്റെ വീടാണെങ്കിൽ ഈ വീട് കിടക്കുന്ന വാഴയുടെ തൊട്ടടുത്താണ് എൻ്റെ വീടിരിക്കുന്നത്. എൻ്റെ വീട് ഉള്ളൂന്ന് എനിക്കൊരു പേടിയായിരുന്നു. ഇന്നലെ എൻ്റെ മകൻ നീ ആന കയറി വന്നതിൻ്റെ എൻ്റെ മകൻ പോലും വീട്ടിലൊരു മനുഷ്യനില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഇതുപോലുള്ള ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചേച്ചിയുടെ വീടിൻ്റെ മുറ്റം വഴിയാണ് പോയത്. അവിടെ ഒരു മനുഷ്യനും താമസമുള്ള ചേച്ചി മാത്രമേ ഉള്ളൂ. വാഴ, ഏലം, കമുക് തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. തെക്കനാൽപ്പടി, ഇല്ലിക്കൽമോട്, തേക്കനാൽപ്പടി, ഇല്ലിക്കൽമേട് എന്നിവിടങ്ങളിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ വർഷവും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും നടപടികൾ ഇഴയുകയാണ്. 2.5 കിലോമീറ്റർ ആധുനിക ഫെൻസിംഗ് സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.